ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു FRK Tech PSC. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ് സെഷനാണ്. അപ്പോൾ ഈ 150/2016 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ കോഡിലെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ അതായത് ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ 41 to 60 ക്വസ്റ്റ്യൻസ്, അത്ര 20 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ ഒരു സെഷനിൽ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: The safety device used to protect the eyes while grinding is hand screen, helmet, chipping goggles, chipping screen. ഇപ്പം നമുക്ക് ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് ഐസിനെ, കണ്ണുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സേഫ്റ്റി ഡിവൈസ് എന്നതാണ് ചിപ്പിംഗ് ഗൂഗിൾസ് ആണ്. ഓക്കെ, ഇപ്പം നമ്മൾ കണ്ണിനെ മാത്രമാണെങ്കിൽ, ഇപ്പം ഹാൻഡ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം. ഫേസ്, കണ്ണിനൊക്കെ ഹാൻഡ് സ്ക്രീൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ തലേനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. ചിപ്പിംഗ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയയിൽ നമ്മൾ വെക്കുന്നതാണ്. ഓക്കെ, ആ ഒരു ചിപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഏരിയയിൽ വെക്കുന്നതാണ്. അപ്പോൾ പുറത്തേക്ക് തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ചിപ്പിംഗ് സ്ക്രീൻ. ഓക്കെ, അടുത്തത്: നെയിം ദ ഫ്ലക്സ് യൂസ്ഡ് ഫോർ ബ്രേസിംഗ് ഓഫ് MS ഷീറ്റ്. ഇതൊരുപാട് ചോദ്യ പേപ്പറിൽ വരുന്നൊരു ചോദ്യം കേട്ടോ. ബ്രേസിങ്ങിന് യൂസ് ചെയ്യുന്ന ഫ്ലക്സ് ഏതാണ്? അത് ഓപ്ഷൻ ഡി, ബൊറാക്സ് ആണ് കേട്ടോ. ഇപ്പോഴും ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ഈ ടെക്നിക്കൽ എക്സാംസിന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണത്. ബ്രേസിങ്ങിന് യൂസ് ചെയ്യുന്ന ഫ്ലക്സ് അത് ബൊറാക്സ് ആണ്. മൂന്നാമത്തത്: അസെറ്റിലിൻ ഗ്യാസ് ഇസ് ഡിസോൾവ്ഡ് ഇൻ ഡാഷ് ലിക്വിഡ് ഇൻ ദ സിലിണ്ടർ. വാട്ടർ, അസെറ്റോൺ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, കെറോസിൻ. ഏതാണ്? അറിയാലേ, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന സാധനമാണ്. ഏതാണ്? അസെറ്റോൺ. അല്ലെ, നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം അല്ലേ. അസെറ്റോൺ ലിക്വിഡിലാണ് അസെറ്റിലിൻ ഗ്യാസ് ഡിസോൾവ് ചെയ്യുന്നത്. ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമുക്ക് ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ അസെറ്റോൺ കാര്യം പറഞ്ഞിട്ടായിരുന്നു അല്ലേ. സിലിണ്ടർ വെർട്ടിക്കൽ പൊസിഷനിൽ വെക്കണം, അല്ലെങ്കിൽ അസെറ്റോൺ ഗ്യാസ് ഫ്ലോ, അസെറ്റോൺ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നൊക്കെ നമ്മൾ ഇതിൻ്റെ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത്: ദ കളർ കോഡ് ഫോർ ഐഡൻറ്റിഫൈങ് ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ ഇസ് മെറൂൺ, ബ്ലാക്ക്, ബ്ലൂ, റെഡ്. ഏതാണ് ഓക്സിജൻ ഗ്യാസിന്? ബ്ലാക്ക്. ഓക്കെ, മെറൂൺ ആണ് അസെറ്റിലിൻ കേട്ടോ, മറന്നുകൊണ്ട് നോക്കിയിട്ടുണ്ട്. ഇവിടെ കാണിച്ചിരുന്ന അസെറ്റിലിൻ മെറൂൺ കളറിലായിരിക്കും സിലിണ്ടർ ഉണ്ടാവുക. അതുപോലെ ഓക്സിജൻ ഗ്യാസ് ബ്ലാക്ക് ആയിരിക്കും ഉണ്ടാവുക സിലിണ്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഓയിൽ ആൻഡ് ഗ്യാസ് ക്യാൻ റിയാക്ട് വയലൻ്റ്ലി വെൻ കോണ്ടാക്ട് വിത്ത് ഹൈ പ്രഷർ ഡാഷ്. ഓയിലും ഗ്യാസും ഹൈ പ്രഷറായിട്ടുള്ള ഏത് ഗ്യാസിനോട് മിക്സ് ചെയ്യുമ്പോഴാണ് റിയാക്ട് ചെയ്യുക, വയലൻ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുക? കാർബൺ ഡൈ ഓക്സൈഡ്, പ്രൊപ്പെയിൻ, ഓക്സിജൻ, ഹൈഡ്രജൻ. അതിൻ്റെ ആൻസർ ഓക്സിജൻ ആണ്. ഓക്കെ, ഹൈ പ്രഷർ ഓക്സിജനോട് ഓയിലോ ഗ്യാസോ റിയാക്ട് ചെയ്താൽ അത് വയലൻ്റ് ആയിട്ട് റിയാക്ഷൻ ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വെൻ എ ഹോസ് പ്രൊട്ടക്ടർ ഇസ് ഫിറ്റഡ് ദ ഗ്യാസ് ക്യാൻ ഓൺലി ഫ്ലോ ബ്ലോ പൈപ്പ് ടു സിലിണ്ടർ, സിലിണ്ടർ ടു ബ്ലോ പൈപ്പ്, ബോത്ത് വേസ് വിൽ നോട്ട് ഫ്ലോ. നമ്മൾ ഈ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഈ ഒരു ഹോസ് പ്രൊട്ടക്ടറിനെ കുറിച്ച് ചോദിച്ചാണ്. അപ്പോൾ അതിൽ തന്നെ ആൻസർ ഉണ്ടായിരുന്നു അല്ലേ. മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ അതിനെ കൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയത്. നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ടത് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്താ അതിൻ്റെ ആൻസർ? ഇവിടെ സിലിണ്ടർ ടു ബ്ലോ പൈപ്പ്. ഓക്കെ, ദ ഗ്യാസ് ക്യാൻ ഓൺലി ഫ്ലോ സിലിണ്ടർ ടു ബ്ലോ പൈപ്പ്. തൊട്ടമ്പലത്തെ വീഡിയോ എന്തായിരുന്നു? സിലിണ്ടറിലേക്ക് ഗ്യാസ് തിരിച്ചു പോകാതിരിക്കാനാണ് ഹോസ് പ്രൊട്ടക്ടർ. അതായത് സിലിണ്ടറിന് ബ്ലോ പൈപ്പിൽ മാത്രമേ ഫ്ലോ ആവുള്ളൂ. അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: സോൾഡറിങ് ഇസ് എ മെത്തേഡ് ഓഫ് ജോയിനിങ് ടു മെറ്റൽ പീസസ് ബൈ മീൻസ് ഓഫ് എ തേർഡ് മെറ്റൽ ഹാവിങ് റിലേറ്റീവ്ലി ഡാഷ് മെൽറ്റിംഗ് ടെമ്പറേച്ചർ, ലോ, ഹൈ, ഈക്വൽ, എബവ്. ലോ ആണ് അല്ലേ. അപ്പം നിങ്ങൾ സോൾഡറിങ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ അതിൽ സോൾഡറിങ് ഇപ്പോൾ രണ്ട് വയർ തമ്മിൽ കൂട്ടി സോൾഡർ ചെയ്യുകയാണെങ്കിൽ ആ വയറിനേക്കാളും മെൽറ്റിംഗ് പോയിന്റ് കുറവുള്ള ലെഡൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലേ. അതിൻ്റെ ഒരു മൂന്നാമത്തെ മെറ്റലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ലെഡാണ് അല്ലേ. നമ്മൾ സാധാരണ സോൾഡർ ചെയ്യുമ്പം ഒരു വയറുമായി നമ്മൾ ഒരു ലെഡുമായി നമ്മൾ എടുക്കാറുണ്ട് അല്ലേ. അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടി യോജിപ്പിക്കേണ്ട എന്തിനാണോ അതിനേക്കാളും മെൽറ്റിംഗ് പോയിന്റ് കുറവായിരിക്കും. അതാണത് പെട്ടെന്ന് തന്നെ ഉരുകിപ്പോണത്. ഓക്കെ, അപ്പോൾ ഇവിടെ റിലേറ്റീവ്ലി ലോ മെൽറ്റിംഗ് ടെമ്പറേച്ചർ ഉള്ളതായിരിക്കും മൂന്നാമത്തെ മെറ്റൽ.
അടുത്തത് ദ ഫ്ലോ ഓഫ് മോൾട്ടൺ സോൾഡർ ഇൻ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ വർക്ക് പീസസ് ഇസ് ഡ്രിവൺ ബൈ ഡാഷ് ഫോഴ്സ്. നമ്മളൊരു ഗ്യാപ്പിലേക്ക് ആ മോൾട്ടൺ സോൾഡർ ഇറങ്ങി പോകുന്നത് ഏത് ഫോഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്? സെൻട്രിഫ്യൂഗൽ, കാപ്പിലറി, വിസ്കോസിറ്റി, വെറ്റിംഗ്. അത് വരുന്നത് കാപ്പിലറി ഫോഴ്സിലാണ്. ഓക്കെ, നമുക്കിവിടെ നോക്കാം. ദ കാപ്പിലറി ആക്ഷൻ ഓഫ് ദ മോൾട്ടൺ സോൾഡർ ഇസ് എ മാജിക് ഓഫ് സോൾഡറിങ് എന്ന് പറയുന്നത് തന്നെ കാപ്പിലറി ആക്ഷനാണ് അതിൻ്റെ കാര്യമായിട്ടുള്ളത്. ദ മോൾട്ടൺ സോൾഡർ റേസസ് ടുവേർഡ്സ് ദ ഹീറ്റ് സോഴ്സ്. അപ്പോൾ ആ ഒരു മോൾട്ടൺ സോൾഡർ ആ ഒരു ഹീറ്റ് സോഴ്സിലേക്ക് റേസ് ചെയ്ത് പോവുക ചെയ്യും. അപ്പോൾ നമ്മൾ ആ ഒരു സോൾഡർ അയൺ വെക്കുന്ന ഭാഗം ആയിരിക്കും ആ ലോക്കൽ ഹീറ്റ് സോഴ്സ് ഉണ്ടാവുക. അതിലേക്കാണ് ഈ ഒരു സോൾഡർ ഇറങ്ങിപ്പോണത്. അപ്പോൾ അതിൻ്റെ കാപ്പിലറി ആക്ഷൻ, ആ കാപ്പിലറി ആക്ഷനാണ് അത് നിൽക്കുന്നതൊക്കെ. ഓക്കെ, ഇറ്റ് മേക്സ് എ സോൾഡർ ഫ്ലോ ഇൻ ടു എവറി ലിറ്റിൽ ക്രൂക്ക് ആൻഡ് ക്രാനി ടു മേക്ക് എ ഗുഡ് കണക്ഷൻ ആൻഡ് ഓർ ബോണ്ട്. അപ്പം ഏറ്റവും ചെറിയ സുഷിരങ്ങളിലേക്ക് വരെ അത് ഇറങ്ങിച്ചെന്ന് നല്ലൊരു ബോണ്ടായിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പം അതിനാണ് നമ്മൾ ഫ്ലെക്സ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നിങ്ങളൊരു പേസ്റ്റ് പോലെ കണ്ടിട്ടുണ്ട്, ഒരു ബ്രൗൺ പേസ്റ്റ്, അതുകൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ആക്ഷനൊക്കെ കൂടെ വെച്ചിട്ടൊരു സ്ട്രോങ് ബോണ്ട് ഉണ്ടാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സോൾഡേഴ്സ് മെൽറ്റ് അറ്റ് എ ടെമ്പറേച്ചർ അറ്റ് ഡാഷ് ഡിഗ്രി സെൽഷ്യസ്, above 350, below 350, above 450, none of the above. എൻ്റെ ആൻസർ വരുന്നത് ബിലോ 350 കേട്ടോ, ബിലോ 350. ഇപ്പോൾ 270, 80 ആ റേഞ്ചുകൾ വെച്ചിട്ടാണ് ആ ഒരു സോൾഡർ മെൽറ്റ് ആവുന്നത്. നെക്സ്റ്റ്, സോൾഡറിങ് ഫ്ലക്സ് ഹാസ് എ മെൽറ്റിംഗ് പോയിന്റ് ഡാഷ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് സോൾഡർ. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു അല്ലേ, ബേസ് മെറ്റലിനേക്കാളും മെൽറ്റിംഗ് പോയിന്റ് കുറവുള്ളതായിരിക്കും സോൾഡർ. ഓക്കെ, ഇനി ആ സോൾഡറിനേക്കാളും സോൾഡറിങ് ഫ്ലക്സിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എത്ര വരും? നിങ്ങൾ ആലോചിച്ചറിയാം എത്രയായിരിക്കും? അതിനേക്കാളും കുറവായിരിക്കും അല്ലേ. ഇപ്പോൾ ലോ, ഹൈ, ഈക്വൽ, എബോവ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ലോ ആയിരിക്കും. അതായത് സോൾഡറിൻ്റെ മെൽറ്റിംഗ് പോയിന്റിനേക്കാളും കുറവായിരിക്കും സോൾഡറിങ് ഫ്ലക്സിൻ്റെ മെൽറ്റിംഗ് പോയിന്റ്. അതാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ബ്രേസിംഗ് ദ ഫില്ലർ മെറ്റീരിയൽ മെൽറ്റ് അറ്റ് എ ടെമ്പറേച്ചർ ഡാഷ് ദ മെൽറ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ടു ബി ജോയിൻ. എല്ലാം ഒരു സിമിലർ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പാർട്ടിൽ അവർ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാനത് സ്കിപ്പ് ചെയ്യാണ്ട് ചോദിച്ചത് തന്നെയാണ്, ആ ഒരു നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ഓർഡറിൽ തന്നെ ചോദിച്ചതാണ്. ഓക്കെ, ഇവിടെ ഇപ്പം എന്താ ചോദിച്ചത്? ഇവിടെ ആ ഒരു എന്താ പറയുക പ്രൊസീജിയർ മാറിയെന്നുണ്ട്. നമുക്ക് സോൾഡറിങ് മാറി ബ്രേസിങ് ആയിരുന്നുള്ളൂ. ഇവിടെ ചോദിച്ചത് സെയിം തന്നെയാണ്. ഫില്ലർ മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ ജോയിൻ ചെയ്യാനുള്ള മെറ്റീരിയലിനേക്കാളും ടെമ്പറേച്ചർ കുറവാണ്, കൂടുതലാണ്. എന്തായിരിക്കും? ബിലോ, ഹൈ, ഈക്വൽ, എബോവ്. അതെന്തായാലും ബിലോ ആയിരിക്കും അല്ലേ. അപ്പം നമുക്ക് രണ്ട് അയൺ പീസാണ് മെൽറ്റ് ചെയ്യാനുള്ളതെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ഫില്ലർ മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ അതിനേക്കാൾ എത്രയോ കുറവായിരിക്കും. അപ്പോഴാണുള്ളത് ഉരുക്കിയിട്ട് അവിടെ ചേരുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് വെൽഡിങ്ങിലാണ് ഈ ഒരു പാരൻ്റ് മെറ്റലിനെയും എന്ത് ചെയ്യുന്നത്? മെൽറ്റ് ചെയ്ത് ഫ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ബ്രേസിങ്ങിലാണെങ്കിൽ സോൾഡറിങ്ങിലാണെങ്കിൽ അങ്ങനെയല്ല, നമ്മൾ ആ ഫില്ലർ മെറ്റീരിയലിനാണ് നമ്മൾ ഉരുക്കിയിട്ട് അതിലേക്ക് കടത്തിരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ബേസ് മെറ്റലിൽ മിക്കവാറും എന്താ മെൽറ്റ് ആയിരിക്കില്ല. ഓക്കെ, ഇപ്പോൾ സ്ട്രോങ് ഒരു ഹീറ്റ് സോൺ ഉണ്ടാവുന്നതാണല്ലോ, പക്ഷെ അത് മെൽറ്റ് ആവുന്നില്ല. അതാണ് ഈ ബ്രേസിങ്ങും സോൾഡറിങ്ങും ഒക്കെ. അതുകൊണ്ട് തന്നെ ബേസ് മെറ്റലിനേക്കാളും ഒരുപാട് കുറവായിരിക്കും ഫില്ലർ മെറ്റീരിയലിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ. ഓക്കെ, അടുത്തത്, സോൾഡറിങ് ഓഫ് MS ഷീറ്റ്സ് ടേക്സ് പ്ലേസ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 150 ഡിഗ്രി, 400 ഡിഗ്രി, 250 ഡിഗ്രി, 850 ഡിഗ്രി. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സോൾഡറിങ് വരുന്നത് 350-ൻ്റെ ഒക്കെ താഴെയാണ് വരിക. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇവിടെ ആൻസർ വന്നത്. ആൻസർ എത്രയാണ്? 250 ഡിഗ്രി സെൽഷ്യസ്. ആ ഒരു ടെമ്പറേച്ചറിലേക്ക് നമ്മൾ MS ഷീറ്റ്സിൻ്റെ സോൾഡറിങ് ടേക്ക് പ്ലേസ് ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ നെസസിറ്റീസ് ഓഫ് വെൽഡിംഗ് ട്രാൻസ്ഫോമർ ഇസ് ഡാഷ് to reduce voltage and increase current, to convert electric energy to mechanical, to get a defect-free weld, to control distortion. വെൽഡിംഗ് ട്രാൻസ്ഫോമർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സ്റ്റെപ്പ് ഡൗൺ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ആ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്? കറണ്ടിനെ കൂട്ടാനോ കുറയ്ക്കാനോ അല്ലേ, അല്ലെങ്കിൽ വോൾട്ടേജിനെ കൂട്ടാനോ കുറയ്ക്കാനാണ്. സോ വെൽഡിങ്ങിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ വേണ്ടത്? ഒരു വലിയൊരു കറണ്ട്, ഒരു ഹൈ കറണ്ട് ഡ്രോ ചെയ്തിട്ടാണ് നമുക്ക് വെൽഡിങ് നടക്കുന്നത്. അപ്പോൾ വെൽഡിങ് നടക്കണമെങ്കിൽ ഒരു ഹൈ കറണ്ട് വേണം. സോ ആ ഇൻപുട്ട് വോൾട്ടേജ് 230 വോൾട്ടേജ് എന്നുള്ള നമ്മളുടെ ആ ഒരു ഇൻപുട്ട് വോൾട്ടേജിനെ നമ്മളത് കുറയ്ക്കും. ഓക്കെ, കുറച്ച്
കറണ്ട് കൂട്ടും. അതാണ് വെൽഡിങ് ട്രാൻസ്ഫോമർ. ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ് നമ്മുടെ വെൽഡിങ്ങിന് യൂസ് ചെയ്യുക. സോ അത് തന്നെയാണ് ഇവിടെ ചോദിച്ചത്. വെൽഡിങ് ട്രാൻസ്ഫോമറിൻ്റെ നെസസിറ്റി തന്നാൽ എന്താണ്? ടു റെഡ്യൂസ് വോൾട്ടേജ് ആൻഡ് ഇൻക്രീസ് കറണ്ട്. കറണ്ടിന് കൂട്ടി കൊടുക്കുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വെൽഡിങ് മെഷീൻ ക്യാൻ സപ്ലൈ AC ഓർ DC? ഓക്കെ, ഇത് നമ്മൾ മുന്നൊന്നും ഡിസ്കസ് ചെയ്യാത്തൊരു ക്വസ്റ്റ്യൻ കേട്ടോ. എഞ്ചിൻ ഡ്രിവൺ ജനറേറ്റർ, മോട്ടോർ ഡ്രിവൺ ജനറേറ്റർ, ട്രാൻസ്ഫോമർ, റെക്ടിഫയർ. അപ്പോൾ ഏത് വെൽഡിങ് മെഷീനിലാണ് AC ഓർ DC സപ്ലൈ? ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വെൽഡിങ് മെഷീൻ ക്യാൻ സപ്ലൈ AC ഓർ DC? രണ്ട് ടൈപ്പുള്ള കറണ്ട് സപ്ലൈ കൊടുക്കാൻ പറ്റുന്നത് ഏത് മെഷീനാണ്? അതിൻ്റെ ആൻസർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ട്രാൻസ്ഫോമർ, റെക്ടിഫയർ കേട്ടോ. ഇപ്പോൾ റെക്ടിഫയർ സെറ്റ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? റെക്ടിഫയർ സെറ്റ് DC to AC ആയി കൊടുക്കുന്നതൊക്കെ ഉണ്ട്. ഇപ്പോൾ ട്രാൻസ്ഫോമർ റെക്ടിഫയർ എന്ന് പറയുമ്പോൾ അതിന് AC യും DC യും സപ്ലൈ കൊടുക്കാൻ കഴിയുന്നതാണ്. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ അങ്ങനെ ഡിസ്കസ് ചെയ്യാത്ത ഒരു പോർഷനാണത്. അടുത്തത്, ദ വാല്യൂ ഓഫ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഇൻ മാനുവൽ മെറ്റൽ ആർക്ക് വെൽഡിങ് ഈസ് ഡാഷ് വോൾട്ട്. നമ്മൾ ഇതിൻ്റെ മുന്നേ വോൾട്ടേജിനെ കുറിച്ചൊരു ടേബിളൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാനുവൽ മെറ്റൽ ആർക്ക് വെൽഡിങ്ങിൻ്റെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എത്ര വോൾട്ടാണ്? അത് ഓപ്ഷൻ സി ആണ്, 60 to 150 വോൾട്ട് കേട്ടോ. 60 to 150 വോൾട്ട്. അതൊരു സ്ഥിരമായിട്ടൊരു 90, 95, 100 ആ റേഞ്ചിലൊക്കെയാണ് ഇങ്ങനെ സാധാരണ യൂസ് ചെയ്യുന്നത് മാനുവൽ മെറ്റൽ ആർക്ക് വെൽഡിങ്ങിൽ. സോ റേഞ്ച് പറയുമ്പോൾ ഒരു 60 to 150 ആ റേഞ്ചിൽ വോൾട്ടേജ് വേരി ചെയ്യും. അടുത്തത്, ഫോർജ് വെൽഡിംഗ് ഇസ് ക്ലാസിഫൈഡ് ആസ് ഫ്യൂഷൻ വെൽഡിംഗ് വിത്തൗട്ട് പ്രഷർ, ഫ്യൂഷൻ വെൽഡിംഗ് വിത്ത് പ്രഷർ, നോൺ ഫ്യൂഷൻ വെൽഡിംഗ് വിത്ത് പ്രഷർ, നോൺ ഫ്യൂഷൻ വെൽഡിംഗ് വിത്തൗട്ട് പ്രഷർ. നമ്മൾ വെൽഡിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷൻ ബ്രാഞ്ച് വൈസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഇപ്പോൾ ഫോർജ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്? ഫോർജ് വെൽഡിങ്ങിൽ ഒരു ഫ്യൂഷൻ വരുന്നില്ല അല്ലേ? ഉരുക്കി ഒഴിച്ചിട്ടുള്ള സംഭവമല്ല ഫോർജ് വെൽഡിങ്ങിൽ. അതുപോലെ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഫോർജ് ഹാമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ പ്രഷർ നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് നോൺ ഫ്യൂഷൻ വെൽഡിങ് വിത്ത് പ്രഷറാണ്. നമുക്ക് നോക്കാം, ജസ്റ്റ് ഇതിൻ്റെ ഇമേജ് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ഫോർജ് ഹാമർ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എ സോളിഡ് സ്റ്റേറ്റ് വെൽഡിങ് പ്രോസസ്സ്. കണ്ടോ, സോളിഡ് സ്റ്റേറ്റ് വെൽഡിങ് പ്രോസസ്സാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു മെറ്റീരിയലിന് ഒരു ക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ വരെയൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് നമ്മൾ എന്താക്കും? ഈ രണ്ട് ഭാഗം ഈ രണ്ട് പാർട്ടിനും നല്ലപോലെ ചൂടാക്കിയിട്ടൊരു ക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ വരെയൊക്കെ എത്തിക്കും. 910 ഒരു ആ റേഞ്ച് വരെയൊക്കെ നമ്മൾ എത്തിച്ചിട്ട് ഈ ഹാമർ കൊണ്ട് അടിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഫോഴ്സ് ചെയ്യണം ചെയ്യുക. ഓക്കെ, ഒരു പാർട്ട് മറ്റേ പാർട്ടിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഫോഴ്സ് ചെയ്യും. അപ്പോൾ എന്താവും? അതിൻ്റെ ഉള്ളിൽ ജോയിൻ ആവും. അപ്പോൾ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്തായി? ലിക്വിഡ് സ്റ്റേറ്റ് ആയി. ഓക്കെ, ലിക്വിഡ് സ്റ്റേറ്റ് ആയിട്ടാണ് പിന്നെ ഫ്യൂസ് ആവുന്നത്. ഇത് ഒരു സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് പ്രോസസ്സാണ്. ഓക്കെ, നെക്സ്റ്റ്, ഇഫ് മെയിൻ ഇലക്ട്രിക് സപ്ലൈ ഈസ് നോട്ട് അവൈലബിൾ വി ക്യാൻ ഡു ആർക്ക് വെൽഡിംഗ് വിത്ത്, റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ കേട്ടോ. മോട്ടോർ ജനറേറ്റർ സെറ്റ്, ട്രാൻസ്ഫോമർ സെറ്റ്, എഞ്ചിൻ ജനറേറ്റർ സെറ്റ്, റെക്ടിഫയർ സെറ്റ്. ഏതാണ്? ഇലക്ട്രിക് സപ്ലൈ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ആശ്രയിക്കുന്നത് എഞ്ചിനെയാണ്. ഓക്കെ, എഞ്ചിൻ പെട്രോൾ ഓർ ഡീസൽ എഞ്ചിൻ, ആ ഫ്യൂവൽ ഒഴിച്ചിട്ട് നമ്മളതിനെ റൺ ചെയ്യിച്ചിട്ട് അവിടെ നിന്ന് ആ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക് എനർജി ആക്കി മാറ്റിയിട്ടാണ് നമ്മൾ വെൽഡിങ് ചെയ്യുന്നത്. സോ എന്തായിരിക്കും എൻ്റെ ആൻസർ? എഞ്ചിൻ ജനറേറ്റർ സെറ്റ്. ഓക്കെ, ഇപ്പോൾ ബാക്കി മോട്ടോർ ആണെങ്കിലും നമുക്ക് റെക്ടിഫയർ ആണെങ്കിലും എല്ലാത്തിനും കറണ്ട് ആവശ്യമാണ്. എഞ്ചിൻ ഓടിക്കണമെങ്കിൽ നമുക്ക് കറണ്ട് വേണ്ട, നമുക്ക് ഫ്യൂവൽ മതി. ആ ഫ്യൂവൽ ഓടിച്ചിട്ട് മെക്കാനിക്കൽ എനർജി ഉണ്ടാക്കും. അത് ജനറേറ്ററിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക് എനർജി കിട്ടി. ആ ഇലക്ട്രിക് എനർജി വെച്ചിട്ടാണ് നമ്മൾ വെൽഡിങ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി എമൗണ്ട് ഓഫ് കറണ്ട് സെറ്റിംഗ് ഫോർ വെൽഡിംഗ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ തിക്നെസ് ഓഫ് പ്ലേറ്റ്, ദ ടൈപ്പ് ഓഫ് കറണ്ട് AC or DC, ടൈപ്പ് ഓഫ് മെറ്റൽ ടു ബി വെൽഡ്, ഡയമീറ്റർ ഓഫ് ഇലക്ട്രോഡ് യൂസ്ഡ്. ഇതൊക്കെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ കേട്ടോ. കറണ്ട് സെറ്റിംഗ്, വെൽഡിങ്ങിൻ്റെ കറണ്ട് സെറ്റിംഗ് എന്തിനു ഡിപ്പെൻഡ് ചെയ്യുന്നു? ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഡയമീറ്റർ ഓഫ് ഇലക്ട്രോഡ് യൂസ്ഡ്. ഓക്കെ, ഇത് കുറേ മുന്നത്തെ ഒരു വീഡിയോയിലാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഒരു ഇമേജ് ഇട്ടിട്ടുണ്ട്, കണ്ടോ? ഇലക്ട്രോഡ് സൈസ് ഇൻ mm. ഇതിപ്പോൾ ഇലക്ട്രോഡിൻ്റെ ഡയമീറ്ററാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈ ഇലക്ട്രോഡിൻ്റെ ഡയമീറ്റർ മാറുന്നതനുസരിച്ച് അതിൻ്റെ കറണ്ട് റേഞ്ച് മാറും.
അതാണ് ഇവിടെ ചോദിച്ചത്. എമൗണ്ട് ഓഫ് കറണ്ട് സെറ്റിംഗ് ഫോർ വെൽഡിങ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇലക്ട്രോഡിൻ്റെ ഡയമീറ്ററിൻ്റെ മുകളിലാണ്. അതാണ് ഇവിടെ കാണിച്ചത്, ഇലക്ട്രോഡ് സൈസിൻ്റെ നമ്പർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈൽ സെലക്ടിങ് സ്ട്രേറ്റ് പൊളാരിറ്റി, electrode is connected to positive side, base metal is connected to positive side, 1/3 heat developed in the base metal, 2/3 heat developed in the electrode. സ്ട്രെയിറ്റ് പൊളാരിറ്റി വരുമ്പോൾ എന്താണ് സംഭവിക്കുക? ബേസ് മെറ്റലാണ് പോസിറ്റീവ് കൊടുക്കുക അല്ലേ, പഠിച്ചാണ്. ബേസ് മെറ്റൽ ഇസ് കണക്റ്റഡ് ടു പോസിറ്റീവ് സൈഡ്. അതും ഞാനൊന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്, കണ്ടോ അവിടെ ഇങ്ങനെ പഠിക്കുക കേട്ടോ. സ്ട്രെയിറ്റ് പൊളാരിറ്റി ആകുമ്പം ഇവിടെ നെഗറ്റീവ് ഇലക്ട്രോഡിലേക്കും പോസിറ്റീവ് വർക്ക് പീസിലേക്ക്. അതാണ് ഇവിടെ ചോദിച്ചോട്ടോ. ബേസ് മെറ്റൽ ഉദ്ദേശിച്ച വർക്ക് പീസ് തന്നെയാണ്. ബേസ് മെറ്റൽ കണക്ട് ചെയ്യുന്നത് നേരെ ഇങ്ങോട്ടേക്കാണ്, പോസിറ്റീവിലേക്ക്. ഓക്കെ, റിവേഴ്സ് പൊളാരിറ്റി ആണെങ്കിൽ പോസിറ്റീവാണ് ഇലക്ട്രോഡിൽ പോവുക, നെഗറ്റീവ് വർക്ക് പീസിലേക്ക്. അപ്പോൾ ഇതിൻ്റെ വേറെ പേരാണ് DCEN-ഉം DCEP-യും കേട്ടോ. അതും കൂടി ഒന്ന് പഠിച്ചു നോക്കണം. DCEP ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് പോസിറ്റീവ്, ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് നെഗറ്റീവ്. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ട് ചിലപ്പം അങ്ങനെ ചോദിക്കാറുണ്ട്, DCEN ആണോ DCEP ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കണം. ആ DCEP DCEN എന്ന് പറഞ്ഞാൽ ഈ സ്ട്രെയിറ്റും റിവേഴ്സും തന്നെ കേട്ടോ. ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് പോസിറ്റീവ് കണ്ടോ, ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവിലേക്ക് ഇലക്ട്രോഡ് കൊടുക്കുന്നു, അപ്പോൾ അത് റിവേഴ്സ് പൊളാരിറ്റി. ഓക്കെ, ഇനി DCEN എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് നെഗറ്റീവ്, അതായത് ഇവിടെ കാണിച്ചിട്ടുണ്ടോ, ഇലക്ട്രോഡ് നെഗറ്റീവിലേക്ക് കൊടുത്തിരിക്കുന്നത് സ്ട്രെയിറ്റ് പൊളാരിറ്റി. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദി ആർക്ക് വെൽഡിംഗ് ട്രാൻസ്ഫോമർ ഇസ് എ ഡാഷ് ട്രാൻസ്ഫോമർ. ഞാൻ കുറച്ച് മുന്നേ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. ആർക്ക് വെൽഡിംഗ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ എന്ത് ട്രാൻസ്ഫോമറാണ്? സ്റ്റെപ്പ് ഡൗൺ സ്റ്റെപ്പ് അപ്പ് 1-to-1 ഇൻക്രീസിങ് വോൾട്ടേജ്. ഏതാണ് ഞാൻ കുറച്ച് മുന്നേ ഡിസ്ക്രൈബ് ചെയ്തു. ആർക്ക് വെൽഡിംഗ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആട്ടോ. സ്റ്റെപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ വോൾട്ടേജിനെ ഡൗൺ ചെയ്യുക. 230 വരുന്ന ഒരു ഹൗസ് ഹോൾഡ് ആണെങ്കിൽ നമുക്കറിയുന്നത് 230 വോൾട്ടേജ് ആണല്ലോ നമ്മുടെ വീട്ടിലേക്ക് ഇൻപുട്ട് വരിക എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വെക്കുക എന്ന് പറഞ്ഞാൽ ആ 230 വോൾട്ടിനെ കുറയ്ക്കുക എന്നാണ്. അപ്പോൾ 230 വോൾട്ടിനെ കുറച്ചിട്ട് ഉള്ള കറണ്ട് നമ്മൾ കൂട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വെൽഡ് ചെയ്യണമെങ്കിൽ കറണ്ട് ഇൻക്രീസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് വെൽഡ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷൻ നമ്മൾ കഴിഞ്ഞു. 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ഡൗൺ ചെയ്ത് പോവുക. ഇനി ഒരു ലാസ്റ്റ് സെഷൻ ഉണ്ട്, 60 to 80 ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിൽ അത് മീറ്റ് ചെയ്ത് നമുക്ക് എന്താക്കാം, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവനായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് തീർക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു.